പോലി വിട്ടുകളില്ലേ. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാർ ഫിഷിങ്ങിന് വന്നതാണ്. അപ്പോൾ നമ്മൾ വന്നിട്ട് കുറേ നേരമായി. അപ്പോൾ നമ്മൾ ചൂണ്ടിട്ട് ഇതുവരെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഇവിടെ കട്ല രോഹുമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. പെല്ലറ്റ് നമ്മൾ നല്ലോണം വെള്ളമൊഴിച്ച് കുതിർത്തതാണ്. പെല്ലറ്റാണ്. അപ്പോൾ അത് വെള്ളമൊഴിച്ച് നല്ലോണം കുതിർത്തെടുത്താണ്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഗോതമ്പ് പൊടി, പിന്നെ മൈദ, ഇങ്ങോട്ട് അടുത്തോട്ട് വന്നു, ഇങ്ങോട്ട് പിന്നെ ഇച്ചിരി പിന്നെ മൈദയാണ് ഉപയോഗിക്കുന്നത്. പൈനാപ്പിൾ എസൻസും കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുകയാണ്. അടുപ്പിച്ചോണം ഇങ്ങോട്ട്. നിർത്താക്കി കിട്ടും. ഈ ബൈറ്റ് നമുക്ക് ഈ സ്പൈഡർ ഹുക്കിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി കട്ടാക്കി ഫ്രണ്ട്സ്. അപ്പം നമുക്ക് കുറച്ച് തീറ്റ അവിടെ എറിഞ്ഞിടാം, മീനൊക്കെ വരാൻ. കൈ പിടിച്ചിട്ട് അറിയണം, അതാ നല്ലത്. കൈ പിടിച്ചിട്ട് അറിയുന്ന നല്ലത്. അതിൽ ലോക്ക് അഴിച്ചിട്ട് സ്പൈഡർ ഹുക്കുണ്ട്, പിന്നെ കുറേ എയർ ചൂണ്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ബൈറ്റായിട്ട് പെല്ലറ്റ്, മൈദ, പിന്നെ പൈനാപ്പിൾ എസൻസ് അതൊക്കെയാണ് ചേർത്തേക്കുന്നത്. പയ്യെ എടുത്താൽ മതി, പയ്യെ ദൂരെയാണ് ചേട്ടെ, കുറച്ച് ഫോണാണല്ലോ. അപ്പം നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട്. കുറേ നേരത്തെ ഇരിപ്പിൽ ശേഷമാണ്
കുറേ നേരത്തെ ഇരിപ്പിന് ശേഷമാണ് നമുക്കൊരു മീൻ അടിച്ചിരിക്കുന്നത്. വലിയ മീനാണെന്ന് തോന്നുന്നല്ലേ? മീനുണ്ടോ ഇതിനകത്ത്? പോയോ? എൻ്റെ പൊന്നോ, അങ്ങോട്ട് കാണില്ല. എനിക്ക് അങ്ങനെ പിടിക്കില്ല, അങ്ങനെ പിടിക്കില്ല. നമുക്ക് പതിയെ കയറ്റാം, അതിലേ കയറ്റാം. കുഞ്ഞിനി ഫോൺ വിളിച്ചടാ, കറക്റ്റായിട്ട് പിടിക്കണം കേട്ടോ. കിട്ടുന്നുണ്ടോടാ? ഒന്ന് അടുപ്പിച്ചു കേട്ടോ. ഞാൻ കൊടുക്കാം. അങ്ങനെ വലിക്കല്ലേ. എന്നാ മീനാ? അതൊക്കെ മാറ്റി വെക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കുറേ നേരത്തെ നമ്മുടെ പരിശ്രമമാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് രാവിലെ വന്നിട്ട് സമയം ഒരു ഉച്ചയായിട്ടുണ്ട്. നമുക്ക് ആ അത്ര നേരം കൊണ്ട് കിട്ടിയതാണ്. ഒറ്റ മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് രോഹുവാണ് കിട്ടിയിരിക്കുന്നത്. നല്ല സെറ്റ് ഒരു സാധനം. അത് നമ്മളെ ത്രിബിൾ ഹുക്കാണ് ഇട്ട കണ്ടോ. ഇത് പോയില്ല, ഒരിക്കലും പോയില്ല. നല്ല കറക്റ്റ് സാധനം ഇത്. കുഞ്ഞുണ്ണി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരിക്കുക. നമ്മളോട് ചൂണ്ടിടുകയും കൂടിയാണ്. ഇവിടെ മൊത്തം ചൂണ്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ റെസ്റ്റ് ചെയ്യുകയാണ്. ചൂണ്ടയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഫ്രണ്ട്സ് ഒരു 5 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം സമയം ഒരു 12 ഫ്രണ്ട്സ്. അപ്പം നോക്കിയത് നമുക്കിത് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. സാധനം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പതിയെ മതി കേട്ടോ ചേട്ടേ. ടെൻഷനൊന്നും വേണ്ട. നല്ല കാണാൻ നല്ല ഐറ്റം സാധനമാണെന്നാണ് തോന്നുന്നത്. അപ്ഡേറ്റ് ആണ് സാധനം. പതിയെ നമ്മൾ അടുത്തോട്ട് വരുന്നുള്ളത്. കുറച്ച് ടൈം എടുത്തോട്ടെ, കുഴപ്പമില്ല. വരട്ടെ. അയ്യോ, മനോഹരമായ സൂര്യൻ, നീലാകാശം. പോലി വിട്ടുകളില്ലേ. ആ പയ്യെ വിട്ട് കൊടുത്തോ. അതിൻ്റെ ആ ഒരു പവർ ഒന്ന് അലിച്ച് നോക്കി. ഒരെണ്ണം കൊടുക്കാല്ലേ ചേട്ടേ? കരയ്ക്കെത്തില്ല, അതിനിപ്പുറം ഓണ അഴിച്ചോളൂ. ലൂസായിക്കോളൂ. എന്നിട്ടില്ലേ ഒരു കാര്യം ചെയ്യ്, അതവിടെ ഇട്ടിട്ട് കൈക്ക് വലിച്ചിട്. പതിയെ മതി. കുഞ്ഞിനെ സൈഡിൽ നിന്ന് വീഡിയോ എടുത്തരാ. ഇത്ര കാണാം. അവിടെയായിട്ട് ഒരു ചെറിയ മരം വീണ് കിടക്കുന്നുണ്ട്. കിട്ടുന്നുണ്ടോ? കണ്ടോ? അവിടെ ഒരു
മരമുണ്ടോ അത് അത് ഉടക്കിയ പണി അങ്ങോട്ട് പോയി കേട്ടോ. ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി നീ പറയുക എങ്ങോട്ടും കേട്ടവേ പള്ളിക്കത്ത് പോയി ഇപ്പം നീ മേടിച്ച് പിടിക്കടാ. അല്ല അടുത്ത മീൻ അടിക്കുമ്പോൾ ഞാൻ പിടിക്കാന്നൊക്കെ കുറേ പറഞ്ഞായിരുന്നു. വലിച്ച പോകുന്നത് എവിടെ ഉടക്കി സൈഡിൽ കയറിയോ? അതെടുക്കല്ലോ സുഖ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ. ഫ്രണ്ട്സ് അപ്പോഴത്തേ നോക്കി സാധനം താണ്ട പള്ളക്കടി കയറിയിട്ടുണ്ട്. നമുക്കിട്ട് എല്ലാ പ്രാവശ്യം ഉള്ളതാണ്, ഒരു പണി കിട്ടുന്നതാണ്. നമുക്ക് ഇഷ്ടം പോലെ മീൻ പള്ളക്കടി കയറി പോയിട്ടുണ്ട്. പക്ഷെ ഇതിനെ നമ്മൾ വിടിയല്ല, അങ്ങനെ വിടാൻ അവൻ ലൂസായി കൊടുത്തേ ചേട്ടേ, തളർത്തിയിട്ടെ അവിടെ. പള്ളിക്കടയിലേക്ക് കയറുന്നു. ഇല്ല ലൂസാക്കിയിട്ട് വള്ളിയെ പിടിച്ചാൽ മതി. വള്ളിയെ പിടിക്കാം. ആ വള്ളി അല്ല അങ്ങനെയല്ല വള്ളിയെ പിടിച്ചാൽ. ഫ്രണ്ട്സ് അപ്പോൾ കുഞ്ഞിനെ ആ സ്റ്റിക്കിങ് എടുത്തടാ. ഫ്രണ്ട്സ് അപ്പോൾ സാധനം നമുക്ക് നമ്മുടെ റോഡയിൽ നമുക്ക് പിടിക്കാൻ പറ്റിയല്ല, കുറച്ച് വെയിറ്റ് കുറഞ്ഞാണ്. കാരണം നമ്മൾ ഈ പോകത്തൊന്നുമില്ല ഇതിനോട്ട്. ബ്രൈഡ് ആയതുകൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ കൈ പോവും. ഇപ്പം മുടക്കിയത് കൊണ്ടാണ് നമ്മളിപ്പം ബ്രൈഡ് നേരിട്ട് പിടിക്കുന്നത്. വിട്ടു പോയടാ, ദേഹത്താ ഉടക്കിയേക്കുന്നത്. എടുക്കാൻ പറ്റുമോ? ഇത് പിടിച്ച് ദേഹത്താ ഉടക്കിയ അതാണോ നിലത്ത് വെച്ചോ? ദേഹത്താ ഉടക്കിയേക്കുന്നത്. ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? പെട്ടെന്ന് പണി കണ്ടോ, അടുത്ത കുടച്ചിന് പോകും. വായി ഇരിക്കുന്നതാണോ? ഇനി അകത്തെ പിടി കയറി അപ്പോൾ ഞാൻ പഠിച്ച് പൊക്കെടുക്കാം. അപ്പോഴും കൂടെ കൂട്ടിപ്പിടി. ഞാൻ പുറകോട്ട് പോകും. അമ്മ സാധനം. ഫ്രണ്ട്സ് അതേ നമുക്ക് അടുത്ത രോഹു അടിച്ചിട്ടുണ്ട്. നല്ല സൈസ് സാധനം, നേരത്തെക്കാളും ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. ഒരു കേരളം ഒടിഞ്ഞു തോന്നുന്നുണ്ട്. ഇത് നല്ല പാടപ്പം കാണാൻ. ഇതിനെ വീട്ടിൽ കൊണ്ടുപോകാം. കൊടുത്താൽ ഒന്നും കിട്ടുമോ? കൊടുത്താൽ എന്നൊന്നും കിട്ടിയില്ല. ഇല്ല, ഇത് എന്നാ കിട്ടാൻ? ഞാൻ 10-700 രൂപ മേടിച്ചായിരുന്നു. ഇതിന് 700 700 രൂപ മേടിച്ചായിരുന്നു. 700 കിട്ടും പറ. എന്നാൽ ഇത് കൊണ്ടുപോകും. ഇത് കൊണ്ടുപോയി 700 മേടിക്കാൻ പോയിട്ട് അല്ലേ വീടും. അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല സെറ്റ് സാധനമാണ്, ഒരു രക്ഷയില്ല. സൈസ് കുഞ്ഞുണ്ണീനെ വെച്ച് നോക്കുവാണെങ്കിൽ കുഞ്ഞുണ്ണിയുടെ അത്ര കുഞ്ഞുണ്ണി മാറി നേടാ. കുഞ്ഞുണ്ണിയുടെ കുഞ്ഞുണ്ണി എന്നാ വെച്ചാൽ ഭയങ്കര ഇങ്ങനെ കയറ്റി വേറെ അകത്തോട്ട് കയറ്റി കൊളുത്തി പിടിച്ചടാ. കൊളുത്തി അങ്ങ് എടുത്തോ, അതൊരു കയറ്റിക്കോ. ഒട്ടിക്ക് പറിച്ചോടെ. ഞാൻ ശ്വാസം വിടാൻ പറ്റുന്നില്ല. ഓ ഇതും കണ്ടോ, നമ്മൾ ഒരു ഹുക്ക് 3 ഹുക്ക് ഇട്ടതാണ് കണ്ടോ. ഒരെണ്ണം ഉടക്കി കിടക്കുന്നുണ്ടോ? അത് ബലം പിടിക്കും. നീ ഞാൻ അടുപ്പിച്ച് വെക്കിച്ചു. അവന് പറ്റുന്നില്ല. ആ അവൻ കുറേ നേരം പിടിച്ചോണ്ടിരിക്കണം. ആണോ നിൽക്കേ. ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.